ഹലോ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഈ ഒരു ട്രിക്ക് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന സാധനം നമുക്ക് കുറേ ആൾക്കാർക്ക് ഉള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആർക്കെങ്കിലും പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് പോകാം, പെട്ടെന്ന് തന്നെ പോകാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പം എൻ്റെ മുടി ഇപ്പം ഞാൻ പോണിറ്റെയിലാണ് കെട്ടിയിരിക്കുന്നത്. അപ്പം കുറച്ച് പേർക്കെങ്കിലും കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടൊക്കെ ഇങ്ങനെ ഒരു ബേബി ഹെയർസ് നിങ്ങൾ കണ്ടോ? എൻ്റെ മുടിയുടെ ഇങ്ങനെ പോണിറ്റെയിൽ കെട്ടുമ്പം കുറച്ച് പേർക്കെങ്കിലും ഉള്ള പ്രശ്നമായിരിക്കും ഇങ്ങനെ ഇങ്ങനെ മുടി ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു പ്രശ്നം. അതായത് നമുക്ക് ഇങ്ങനെ കുഞ്ഞു 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 കുറേ ഹെയർസ് ഇങ്ങനെ മുമ്പിലോട്ട് ഇങ്ങനെ വളർന്ന് കിടക്കുന്നുണ്ടാവും. ആ ഒരു ഹെയർ നീളം അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പോണിറ്റെയിൽ കെട്ടുന്ന സമയത്ത് അവിടെ ഇവിടെയായിട്ടൊക്കെ എഴുന്നേറ്റ് നിൽക്കും. ഏകദേശം ഒരു പണി കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന ഒരു രീതിയിലായിരിക്കും. നമ്മൾ എത്ര ഫ്രഷ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ആ ഒരു പോണിറ്റെയിൽ കെട്ടിക്കഴിയുമ്പോൾ സൈഡിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ മുടി നിൽക്കുക. അപ്പം അതിന് ഉള്ള ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അപ്പം ഞാൻ എന്താ അതിന് വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ വീഡിയോസിൽ ഇങ്ങനെ കണ്ടായിരുന്നു ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അത് കണ്ടിട്ടാണ് ഞാനും വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാനിപ്പം യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാക്സ് സ്റ്റിക്കാണ്. ഈ ഒരു വാക്സ് സ്റ്റിക്കിൻ്റെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് വാക്സ് സ്റ്റിക്ക് ഇങ്ങനെ ഒരു കുറച്ച് വാക്സ് നമുക്ക് അടിയിൽ നിന്ന് നമ്മുടെ ഈ പശയൊക്കെ ഇല്ലേ, ലൈക്ക് ഇങ്ങനെ നമ്മൾ പേപ്പറിൽ ഒട്ടിക്കുന്ന പശ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ വരും. ഞാനിപ്പം നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ മുടി ഞാൻ ഈ ഒരു വാക്സ് സ്റ്റിക്ക് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒതുക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പം കുറച്ച് പേർക്കെങ്കിലും നല്ല വൃത്തിയിൽ കാണാമല്ലോ എൻ്റെ ഈ ഒരു ഇങ്ങനത്തെ കുഞ്ഞു മുടിയൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം പോയി നല്ല വൃത്തിയിൽ ഒതുക്കി നല്ല അടക്കവും ഒതുക്കത്തോടെ വരാം കേട്ടോ. നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നില്ലേ എങ്ങനെയാണ് അത്രയും നല്ല പറന്ന് കിടന്ന മുടി ഞാനിപ്പം ഒതുക്കി വെച്ചേക്കുന്ന കണ്ടില്ലേ. നമുക്ക് കണ്ടില്ലേ ഒട്ടും തന്നെ എൻ്റെ മുടി ഇപ്പം ശകലം പോലും എവിടെയും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. ഈ ഒരു വാക്സ് സ്റ്റിക്ക് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഞാനിത് ആമസോണിലാണെന്ന് കേട്ടോ വാങ്ങിച്ചത്. അപ്പം നമ്മുടെ ഷൂ ഒക്കെ തുടയ്ക്കുന്ന പോലത്തെ ഒരു വലിയ ബ്രഷും കൂടെ മുടി ഒതുക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ തന്നെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ മുടി ഇത് നന്നായിട്ട് ചെടിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. എന്നിട്ട് ഈ ഒരു ചെറിയ പല്ലുള്ള ഈ ഒരു ചീപ്പും കൊണ്ട് ചീയതിന് ശേഷം ലൈക്ക് ഒന്ന് ബാൻഡ് ഇട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കുക. എന്നിട്ട് ചെറുതായിട്ട്, ഒരുപാട് ലാർജ് എമൗണ്ട് ഒന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് അവിടെ ഇവിടെ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഈ ഒരു ബ്രഷ് ഇട്ട് നന്നായിട്ട് വലിച്ച് വലിച്ച് ചീകി ഒതുക്കി വെക്കുക. എന്നിട്ട് മുടിയുടെ ബാൻഡ് ഒന്നുകൂടെ ഊരിയതിന് ശേഷം ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കെട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വലിയ ഈ ഒരു ബ്രഷും കൊണ്ട് ഇങ്ങനെ വലിച്ച് വലിച്ച് ചീകുമ്പം ഇതിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് മുടി ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു റിബൺ ഊരി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ ഇതുപോലെ ഒതുങ്ങി നമുക്ക് നല്ല വൃത്തിയായിട്ട് നല്ല ഡീസൻ്റ് ആയിട്ട് വൃത്തിയായിട്ട് പോകും. എസ്പെഷ്യലി നിങ്ങൾ സ്കൂളിൽ പോകുന്ന പിള്ളേരാണെങ്കിൽ, പിന്നെ
ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷണലായിട്ട് നല്ല ഒതുങ്ങി മുടിയൊക്കെ ഒതുക്കി വെച്ച് പോകേണ്ട അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ട്രിക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഒട്ടും ഒരു നഷ്ടബോധം തോന്നത്തില്ല. അത്രയ്ക്ക് ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ഒരു കുഞ്ഞു മുടികളിൽ പ്രശ്നമുള്ളവരാണെങ്കിൽ, എസ്പെഷ്യലി പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പോകുമ്പം ടീച്ചേഴ്സ് എന്നോട് ചോദിക്കും, മുടി വാരിയിട്ടല്ലേ വന്ന് ജോലിക്ക് പോകുന്നിടത്തും എനിക്ക് തന്നെ തോന്നും മുടി ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്ന ഒരു പ്രശ്നം എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു, ഈ ഒരു കുഞ്ഞു മുടി ഇങ്ങനെ ഉള്ളത് കാരണം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്നെ വളരെയധികം നന്നായിട്ട് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്നെ ഒന്ന് സേവ് ചെയ്ത പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാവരുടെ അടുത്തും ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് തികച്ചും സജസ്റ്റ് ചെയ്യുന്നത്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. പിന്നെ എല്ലാവർക്കും ഈ ഒരു പ്രശ്നമുള്ളവർക്കും മാത്രം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും. ബൈ.